ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനക്കൂട്ടം, കർത്താവിൻ്റെ കൂടെ ചുറ്റുമുണ്ടായിരുന്ന, എപ്പോഴും ഉണ്ടായിരുന്ന മനുഷ്യർ. അവൻ അത്ഭുതം പ്രവർത്തിച്ചതും അവൻ പഠിപ്പിച്ചതുമെല്ലാം ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെ എല്ലാം ഫലങ്ങൾ അനുഭവിച്ചതും അവർ തന്നെയാണ്. അപ്പം ഭക്ഷിച്ചതും അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുമെല്ലാം ജനക്കൂട്ടം എപ്പോഴും സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ കർത്താവിൻ്റെ പഠനങ്ങൾ സ്വീകരിച്ച് കർത്താവിൻ്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ടവരും ഈ ജനക്കൂട്ടം തന്നെയാണ്. പക്ഷേ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, ഈ ജനക്കൂട്ടത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അവർ നന്മകളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഉപരിപ്ലവമായ മാറ്റങ്ങൾ മാത്രമാണ് അവർ ഉൾക്കൊണ്ടത്. വൈകാരികത മാത്രമാണ് അവർ മുൻപോട്ട് നയിക്കുക. ആഴമായ വേരുറച്ച മാറ്റങ്ങളൊന്നും അവരിലുണ്ടാകുന്നില്ല. കർത്താവ് വന്നതുപോലും ജനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, മനുഷ്യന് വേണ്ടിയിട്ടാണെങ്കിലും ആ ജനങ്ങൾ കർത്താവിനെ ഉൾക്കൊള്ളുന്നില്ല. അവനെ ക്രൂശിലേറ്റുക എന്നുള്ളതാണ് ജനത്തിൻ്റെ അവസാനമുള്ള കർത്താവിനെതിരെയുള്ള മുറവിളി. നമ്മൾ നോമ്പുകാലത്തിലാണ്. ചിലപ്പോൾ നമ്മളും ഈ ജനക്കൂട്ടത്തിൻ്റെ ഭാഗമാണ്. വൈകാരികതയിലൂന്നിയ ഒരു ജനം. വികാരങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുക. ആഴമായ ബോധ്യങ്ങളിലേക്കോ അനുഭവങ്ങളിലേക്കോ കടന്നെടുക്കാതെ പലപ്പോഴും ദൈവം നൽകുന്ന ഉപദേശങ്ങളെയും മാർഗങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് അപ്പോൾ ലഭ്യമാകുന്നതിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആഴമായ അനുഭവങ്ങളിലേക്ക് കടന്നു പോകാത്ത മനുഷ്യരായിട്ട് നമ്മൾ അവശേഷിക്കുകയാണ്. നമുക്ക് വേണ്ടിയാണ് ക്രിസ്തു വന്നതെന്നും നമുക്ക് ഓരോരുത്തർക്കും രക്ഷ നൽകാനാണ് അവൻ അവതരിച്ചതെന്നൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. എന്നിട്ട് ജനക്കൂട്ടത്തിൻ്റെ ഒപ്പം വെള്ളത്തിലൊഴുകുന്ന തടികഷ്ണം പോലെ നമ്മൾ മാറുന്നു. ഈ നോമ്പുകാലം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്, ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാകുവാൻ, അല്പം കൂടി സ്വതസിദ്ധമായ ബുദ്ധി ഉപയോഗിക്കുന്നവരാകുവാൻ, അനുഭവങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഈ നോമ്പുകാലം നമ്മെ വെല്ലുവിളിക്കുന്നു. ജനക്കൂട്ടത്തിൻ്റെ ചിന്തകളോടും ജനക്കൂട്ടത്തിൻ്റെ ആശയങ്ങളോടും ചേർന്ന് നിൽക്കാതെ സ്വന്തം തീരുമാനങ്ങളോടും സ്വന്തം വിളിയോടും സ്വന്തം ദൗത്യങ്ങളോടും കൂടുതൽ പ്രതിബദ്ധത പുലർത്തുവാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.